എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പ്രഭാത വാർത്ത ആരംഭിക്കുകയാണ്. സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച ഡൽഹി ചലോ മാർച്ച് ഇന്ന് ശംഭു അതിർത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് നീങ്ങും. കഴിഞ്ഞ ദിവസം ശംഭു അതിർത്തിയിലും കുരുക്ഷേത്രയിലും സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ കൂടുതൽ സേനാ വിന്യാസം ഒരുക്കി. മാർച്ച് തടയാനുള്ള കനത്ത സന്നാഹം ഡൽഹിയിലും ഹരിയാനയിലും പോലീസും അർദ്ധസൈനിക വിഭാഗവും ഒരുക്കിയിട്ടുണ്ട്. ഡ്രോൺ നിരീക്ഷണവും പോലീസ് ശക്തമാക്കി. രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഇന്നലെ അതിർത്തികളിൽ വലിയ ഏറ്റുമുട്ടൽ സംഘർഷം കണ്ടതാണ് പോലീസും കർഷകരും തമ്മിൽ. ഇനി ഏത് മാർഗം സ്വീകരിച്ച് ഡൽഹിയിലേക്ക് എത്താനാവും കർഷകരുടെ നീക്കം? ഇതിനോട് പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളും ഏത് തരത്തിലായിരിക്കും പ്രതിരോധം തീർക്കുക? പോലീസിനും ഈ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇവരുടെ ഡൽഹിയിലേക്കുള്ള പ്രവേശനം ഒരു സാഹചര്യത്തിലും അനുവദിക്കേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലായിരിക്കും ഈ സേനകൾ ഉറച്ചു നിൽക്കുക. കഴിഞ്ഞ 2020 ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരത്തെ ഈ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ നടത്തിയ മാർച്ചും സ്ഥിരമായി പിന്നീട് ഇവിടെ പ്രക്ഷോഭം നടത്തിയതും മുൻനിർത്തിയിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗവും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അതിർത്തി മേഖലയിൽ നിന്ന് ഡൽഹിയിലെ 5 അതിർത്തി മേഖലകൾ കടന്ന് ഉള്ളിലേക്ക് വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കരുതലാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കർഷകർ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് പ്രക്ഷോഭം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കുക എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ അത് ഒരു സംഘർഷത്തിന്റെ സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് പല മേഖലകളിലും ഉണ്ട്. അത് ഈ രാത്രി അടക്കമുള്ള സമയങ്ങളിൽ എല്ലായിടങ്ങളിലും നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഈ പ്രധാനപ്പെട്ട ദേശീയ പാതകളിലടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നഗരത്തിലേക്ക് എത്തിപ്പെടാനായി ആളുകൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന് സമാനമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സിംഗു അതിർത്തി അടക്കമുള്ള ഇടങ്ങളിൽ, ഗാസിപൂർ അതിർത്തി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വളരെ ശക്തമായിട്ടുള്ള വിന്യാസം, ബാരിക്കേഡുകൾ ഒക്കെ തീർത്തുകൊണ്ട് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ കർഷകർ ഡൽഹി കേന്ദ്രീകരിച്ച് ഏതാണ്ട് 9 മണിക്ക് ശേഷമായിരിക്കും അവരുടെ ഈ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുക. അതുകൊണ്ട് ആ സമയത്തിന് ശേഷം ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ അത് തടയുകയായിരിക്കും പോലീസിന്റെ ഇന്നത്തെയും തീരുമാനം. ശരി, ഏതായാലും കർഷകർ പിന്നോട്ടില്ല. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ പ്രതിരോധത്തിന് മറികടന്നുകൊണ്ട് ഇന്നലെ ടിയർ ഗ്യാസുകൾ ഡ്രോണിൽ വർഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഡൽഹിയിലേക്ക് മുന്നേറാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ്. US കാലിഫോർണിയയിൽ മലയാളി കുടുംബത്തിലെ 4 പേർ മരിച്ചതിൽ ദുരൂഹത. കൊല്ലം സ്വദേശി ആനന്ദും ഭാര്യ ആലീസും മരിച്ചത് വെടിയേറ്റാണെന്ന് പോലീസ്. ഇവരുടെ മക്കളായ നോഹ, നെയ്തൻ എന്നിവരെയും ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തി. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. പക്ഷേ ഒരു നല്ല ദിവസമല്ല, നമുക്ക് നല്ല വാർത്തയുമല്ല പങ്കുവെക്കാനുള്ളത്. എന്താണ് ഇന്നലെ ഒരു അപകടം എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വിവരങ്ങൾ? അത് ഒരു ദുരൂഹത അല്ലെങ്കിൽ ഒരു കൊലപാതക സാധ്യതയൊക്കെ കാണുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഗോകുൽ, US കാലിഫോർണിയയിലെ സാൻ മെറ്റോയിൽ താമസിക്കുന്ന മലയാളി കുടുംബമായിരുന്നു 4 പേർ മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുന്നത്. ആനന്ദ് സുജിത് ഹെൻറി 42 വയസ്സായിരുന്നു പ്രായം. ഭാര്യ ആലീസ് പ്രിയങ്ക 40 വയസ്സും അവരുടെ ഇരട്ടക്കുട്ടികളായ 4 വയസ്സുകാരായ നോഹ, നെയ്തൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആനന്ദിന്റെയും ആലീസിന്റെയും ഈ മൃതദേഹങ്ങൾ ബാത്റൂമിലായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഇരുവരുടെയും ദേഹത്ത് വെടിയേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു 9mm പിസ്റ്റളും തിരകളുമൊക്കെ ഈ ബാത്റൂമിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കിടപ്പുമുറിയിലാണ് 2 കുട്ടികളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന്റെ ഉത്തരവാദികൾ വീടിനുള്ളവർ തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു സംശയമാണ് പോലീസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും ഈ വീടിനുള്ളിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം ഡോക്ടർ ജി ഹെൻറിയുടെ മകനായിരുന്നു ഈ മരിച്ച ആനന്ദ് സുജിത് ഹെൻറി. അതുപോലെ കൊല്ലം കിളിയല്ലൂരിൽ പരേതനായ ബെൻസിഗറിന്റെയും ജൂലിയറ്റ് ബെൻസിഗറിന്റെയും ഏക മകളായിരുന്നു ഈ മരിച്ച ആലീസ് പ്രിയങ്ക. ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 11-ാം തീയതിയാണ് തിരികെ നാട്ടിലേക്ക് എത്തിയത്. നാട്ടിൽ നിന്നുള്ള ഈ വാട്സാപ്പ് സന്ദേശങ്ങൾക്കൊന്നും മറുപടി ലഭിക്കാതെ വന്നപ്പോൾ അവർ ഒരു സുഹൃത്തിനെ ബന്ധപ്പെടുകയും ആ സുഹൃത്താണ് ഈ പോലീസിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ പോലീസ് ഈ വീട് പരിശോധിച്ചപ്പോഴാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ഹീറ്ററിൽ നിന്ന് വിഷവാതകം ചോർന്നത് ശ്വസിച്ചതാകാം മരണകാരണം
എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പിന്നീട് പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുന്നുണ്ട്. ആനന്ദും ആലീസും വിവാഹമോചനത്തിനുള്ള നടപടി ക്രമങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇവരുടെ ബന്ധുക്കൾ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനൊക്കെയായി അമേരിക്കയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഗോകുൽ, മധു, ഇവരുടെ തൊഴിൽ, മറ്റ് സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്കോ മറ്റോ നയിക്കാനുള്ള സാഹചര്യമുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? ഇപ്പം അത്തരം യാതൊരു വാർത്തകളും നമുക്ക് ലഭിക്കുന്നില്ല. സ്ഥിരീകരിക്കാത്ത ഒരുപാട് ഊഹാപോഹങ്ങൾ നമ്മൾ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വിഷവാതകം ശ്വസിച്ചു മരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വെച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് അടുത്ത ബന്ധുക്കളൊന്നും അമേരിക്കയിൽ ഇല്ല എന്നാണ് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായത്. തന്നെയുമല്ല, ഇവരുടെ പിതാവ്, ഈ മരിച്ച ആനന്ദിന്റെ പിതാവ് ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലുമാണ്. അദ്ദേഹം ഈ വിവരം ഈ നിമിഷം വരെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലും സംശയമുണ്ട്. ഗോകുൽ, ശരി. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് സങ്കടകരമായ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. മലയാളികളായ കുടുംബത്തിന് 4 പേരാണ് മരിച്ച നിലയിൽ അവരെ കണ്ടെത്തിയത്. ഏതായാലും അതൊരു ആത്മഹത്യയാണ് എന്ന സംശയം ഉയരുന്നുണ്ട്. ഏതായാലും വീടിനുള്ളിൽ തന്നെയുള്ളവരാണ് ആ മരണത്തിന് കാരണം എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭാര്യയും ഭർത്താവും 2 കുട്ടികളുമാണ് മരിച്ചത്. കൊല്ലം സ്വദേശികളാണ് മരിച്ചത്. ആനന്ദ്, ഭാര്യ ആലീസും അവരുടെ 2 മക്കളുമാണ്. ഇന്നലെ അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വീടിനുള്ളിൽ. മറ്റു വാർത്തകളിലേക്ക്. UDF-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാകും. വൈകിട്ട് 5 മണിക്ക് ചേർന്ന UDF ഏകോപന സമിതി യോഗത്തിന് ശേഷം സീറ്റ് വിഭജനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. കോൺഗ്രസ് 16 സീറ്റിൽ മത്സരിക്കും. 3-ാം സീറ്റ് ആവശ്യം പരിഗണിക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗിനെ അറിയിക്കും. ഇതിൽ എന്ത് നിലപാടെടുക്കണമെന്നത് ഉൾപ്പെടെ ആലോചിക്കാൻ നാളെ മുസ്ലിം ലീഗിന്റെ നേതൃയോഗവും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കോൺഗ്രസ് തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് മുസ്ലിം ലീഗ് എടുത്താൽ UDF-ൽ പ്രതിസന്ധി രൂക്ഷമാകും. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നാലുടൻ കൊല്ലം സീറ്റിൽ RSPയും കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. കൊല്ലത്ത് സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ തന്നെയാകും UDF സ്ഥാനാർത്ഥി. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. കോൺഗ്രസും വൈകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ കൊല്ലത്ത് NK പ്രേമചന്ദ്രന് വേണ്ടി പ്രചാരണത്തിന് തുടക്കമിട്ട പ്രവർത്തകർ. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടതു സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് പ്രവർത്തകരുടെ ചുവരെഴുത്ത്. NK പ്രേമചന്ദ്രനെതിരെ ഇടതു സംഘടനകൾ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രേമചന്ദ്രന് വേണ്ടി ചുവരെഴുത്ത പ്രവർത്തകർ തുടരുന്നത്. NK പ്രേമചന്ദ്രൻ MPക്കെതിരെ വീണുകിട്ടിയ വിരുന്ന് വിഷയം സജീവ ചർച്ചയാക്കി മണ്ഡലത്തിലെമ്പാടും പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇടതു നേതൃത്വം കടന്നു കഴിഞ്ഞു. CITU, AITC സംഘടനകൾ ജില്ലയിലെമ്പാടും പ്രേമചന്ദ്രനെതിരെ പ്രകടനം നടത്തി പ്രതിഷേധ യോഗങ്ങളും കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു. കേന്ദ്ര ബഡ്ജറ്റിനെതിരെ പാർലമെന്റിൽ മിണ്ടുന്നില്ല. പുറത്ത് സംഘടിപ്പിച്ച ഐക്യ ട്രേഡ് യൂണിയനിൽ നിന്ന് UTC അദ്ദേഹം വിലക്കുന്നു. ക്രമേണ BJPയിലേക്ക് അദ്ദേഹം അടുക്കുന്നു എന്നത് ജനങ്ങളാകെ ഇപ്പൊ ചർച്ച ചെയ്യുകയാണ്. MPയുടെ രാജിക്കായി ഇടതുപക്ഷം മുറവിളി കൂട്ടുമ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെയാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് വേണ്ടി പ്രചരണത്തിന് പ്രവർത്തകർ തന്നെ തുടക്കമിട്ടിരിക്കുന്നത്. അഞ്ചൽ മേഖലയിലാണ് ചുവരെഴുത്ത് തുടങ്ങിയത്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പാർലമെന്റേറിയനായ ശ്രീ NK പ്രേമചന്ദ്രനെ തന്നെയാണ് UDFന്റെ നേതൃത്വം കൊല്ലം ജില്ലയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വന്നില്ല എങ്കിൽ കൂടി ശ്രീ NK പ്രേമചന്ദ്രന്റെ പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രേമചന്ദ്രനെതിരെയല്ല പാർലമെന്റിൽ പോകാതെ BMS പരിപാടിയിൽ പങ്കെടുത്ത ഇളമരം കരീമിനെതിരെയാണ് CITUവും AITCയും പ്രതിഷേധിക്കേണ്ടതെന്നായിരുന്നു RSPയുടെ മറുപടി. ഇപ്പോൾ CITU അടക്കം പ്രേമേന്ദ്രനെതിരെ പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിച്ചെന്ന് അറിയാൻ സാധിച്ചു. അവരാദ്യം ഇളമരം കരീമിൻ്റെ അടുത്ത് ചോദിക്കും, BMSന്റെ പാർലമെന്റ് ഒഴിവാക്കി BMSന് പങ്കെടുക്കേണ്ട പ്രാധാന്യമുണ്ടെങ്കിൽ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് വിളിച്ച് അവിടം വരെ പോയതിന് എന്താ വിഷയം? 2014-ലും 19-ലും BJP ബാന്ധവമെന്ന പ്രേമചന്ദ്രനെതിരെയുള്ള അതേ ആരോപണം തന്നെയാണ് 2024-ലും CPIM മുന്നോട്ട് വെക്കുന്നത്.
CPIM ആരോപണങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് RSPയുടെയും തീരുമാനം. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ഇന്നലെ കണ്ണൂർ കൊട്ടിയൂരിൽ കമ്പിവേലിക്കിടയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ കടുവയെ പിടികൂടിയിരുന്നു. അതിനെ കൂട്ടിലാക്കിയിരുന്നു. എന്നാൽ ആ കടുവ ചത്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരും മണിക്കൂറുകളിലെത്താം. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. മൃഗശാലയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ശേഷം അല്ലെങ്കിൽ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ കടുവ ചത്ത് എന്ന വാർത്ത വരുന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശ്വാസികൾക്ക് സമർപ്പിക്കും. ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും പങ്കെടുക്കും. രാത്രിയോടെ ദ്വിദിന UAE സന്ദർശനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഖത്തറിനെ തിരിക്കും. ദുബായ് അബുദാബി പാതയിലെ അബൂമറൈഖയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ BAPS ഹിന്ദു മന്ദിറിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സ്വാമി മഹദ് മഹാരാജ് നേതൃത്വം നൽകും. ഇന്തോ അറബ് സംസ്കാരങ്ങളെ കോർത്തിണക്കി പൂർണ്ണമായും ശില കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിൽ 7 പ്രധാന പ്രതിഷ്ഠകളാണുള്ളത്. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കും. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനം. കേരളത്തിൽ നിന്ന് BJP നേതാക്കളായ കുമ്മനം രാജശേഖരൻ, AN രാധാകൃഷ്ണൻ, സുരേഷ് ഗോപി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രമാണ് BAPS ഹിന്ദു മന്ദിർ. ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ സമാപന ദിവസത്തിൽ ഇന്ത്യയാണ് അതിഥി രാജ്യം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് ഷെയ്ഖ് മുഹമ്മദ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രതലവന്മാരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. 24 അബുദാബി. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ മറുപടി പറയും. വിദേശ സർവകലാശാല വിഷയത്തിലെ വിവാദങ്ങൾക്ക് ധനമന്ത്രി വ്യക്തത വരുത്തിയേക്കും. വിദേശ സർവകലാശാലകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പിന്നോട്ടു പോകാനാണ് സാധ്യത. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ കാര്യമായ പരിഗണന നൽകിയില്ലെന്ന പരാതിക്ക് ഇന്ന് പരിഹാരമുണ്ടായേക്കും. സപ്ലൈകോയ്ക്ക് കൂടുതൽ പണം ധനവകുപ്പ് അനുവദിച്ചേക്കുമെന്നാണ് സൂചന. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ നിയമഭേദഗതി വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം വൻമന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. പ്രതിപക്ഷ പിന്തുണയോടെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കാനാണ് നീക്കം. സംസ്ഥാനത്ത് കർഷകർ നേരിടുന്ന വെല്ലുവിളികളാണ് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉയർത്തുക. വയനാട് ചാലിഗതയിലെ ആളെക്കൊല്ലി മോഴയാനയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം ഇന്നും തുടരും. റേഡിയോ കോളർ സിഗ്നൽ അനുസരിച്ച് RRT സംഘം വനത്തിനുള്ളിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ആന കർണാടകയുടെ ഭാഗമായ നാഗർഹോള വനമേഖലയിലേക്ക് മാറിയിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും കേരള അതിർത്തിയിലേക്ക് എത്തിയതായി സിഗ്നൽ ലഭിച്ചു. ഇടതൂർന്ന പൊന്തക്കാടുകളാണ് ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത്. 200-ലേറെ വനം വകുപ്പ് ജീവനക്കാരാണ് ഇന്നും തെരച്ചിലിനിറങ്ങുക. ആനയെ പിടികൂടാത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. അരുൺ പാറക്കൽ ബാവലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇന്നലെ അവസാനം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഈ ആനയ്ക്കൊപ്പം ഒരു മോഴയാന കൂടി ഉണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൗത്യം എങ്ങനെയാകും ഇന്ന് വിഭാവനം ചെയ്യുക? എത്രത്തോളം ഈ ദൗത്യ സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ആനയെ മയക്കുവെടി വെക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ? ഗോകുലെ, ഇന്ന് 4ാമത്തെ ദിവസമാണ് ഈ കാട്ടിൽ ദൗത്യസംഘം 200-ലധികം വരുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് കയറി ഈ ആനയെ പിന്തുടരുന്നതും മയക്കുവെടി വെക്കാൻ ശ്രമം നടത്തുന്നതും. പക്ഷേ ഇത് വിജയിക്കുന്നില്ല എന്നതിന് കാരണം അത്രത്തോളം ദുഷ്കരമാണ്, ശ്രമകരമാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നുള്ളതാണ്. ഒന്ന്, ഈ കാടിനകത്ത് 2 ആൾ പൊക്കത്തിലാണ് ഇടതൂർന്ന ഒരു കുറ്റിക്കാടുകൾ, അതായത് മുൾവേലികളൊക്കെ ഉള്ളത്, ആ മുൾക്കാടുകളൊക്കെ ഉള്ളത്. അതിനിടയിൽ കൂടി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും കുങ്കികളെയും കൊണ്ട് അതിനിടയിൽ കൂടി ഈ ആനയെ പിന്തുടരുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. അതാണ് പ്രതിസന്ധി ഏറെ സൃഷ്ടിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ മോഴയ്ക്ക് പിന്നാലെ മറ്റ് ആനകൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് പ്രധാനമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് രാവിലെ തന്നെ 5:30യോടുകൂടി ദൗത്യം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ കനത്ത കോടയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാവലിയിലാണ്, ബാവലി ടിമ്പർ ഡിപ്പോയിലാണ്. ഇവിടെ കനത്ത കോടയാണ്, കർണാടക കേരള അതിർത്തിയാണ്. ഇപ്പോൾ ഈ മൂടൽ മഞ്ഞൊന്ന് അയഞ്ഞു വരുന്നേ ഉള്ളൂ. നമുക്ക് ആ തൊട്ടുപുറകിൽ കാണുന്ന ടിമ്പർ ഡിപ്പോയിൽ RRT സംഘമൊക്കെ എത്തിയിട്ടുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഈ ട്രാക്കിംഗ് ടീം ഇതുവരെ കാട്ടിലേക്ക് കയറിയിട്ടില്ല. ഈ കോടയൊന്ന് അയഞ്ഞതിന് ശേഷം മാത്രമേ ഈ ട്രാക്കിംഗ് ടീമിന് കാട്ടിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. പ്രതികൂല കാലാവസ്ഥയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യതയോടുകൂടി ഈ ആനയെ എങ്ങനെയെങ്കിലും മയക്കുവെടി വെക്കുക എന്നുള്ള ഒരു അജണ്ട മാത്രമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്
മുന്നിലുള്ളത്. ഈ ആനയെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റിവിടുക എന്നൊരു അജണ്ടയൊന്നുമില്ല. ഈ ജനങ്ങൾ ചില രീതിയിൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. കാരണം 4ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ആനയെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. ശ്രമകരമായ ദൗത്യം, ദുഷ്കരമായ ദൗത്യമാണ് വനം വകുപ്പിന് മുന്നിലുള്ളത്. എന്തായാലും ഇന്ന് ഈ ആനയെ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബാവലി ഭാഗത്ത് തന്നെയാണ് ഇന്നിപ്പോൾ ആനയുള്ളത്. കർണാടകയിലെ നാഗർഹോളെ വനത്തിലേക്ക് ആന കടന്നെങ്കിലും അത് തിരിച്ച് ബാവലി ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഈ കോട മാറുന്ന പക്ഷം ഈ ട്രാക്കിംഗ് ടീം അകത്തേക്ക് കയറും, RRT സംഘം അകത്തേക്ക് കയറും. ആനയുടെ സാന്നിധ്യം ഇപ്പോൾ ഏത് ഭാഗത്താണെന്നൊക്കെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ദൗത്യം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ. ശരി, അരുൺ പാറക്കലാണ് ബാവലിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വെക്കാം എന്നതാണ് പ്രതീക്ഷ. ഉടൻ തന്നെ ഈ ദൗത്യസംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. കണ്ണൂർ കൊട്ടിയൂർ പന്ന്യാമലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത്. കമ്പിവേലിയിൽ കുടുങ്ങി കടുവയ്ക്ക് പരിക്കേറ്റിരുന്നു. സൂരജ് സൈ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഇന്നലെ ഈ കടുവയെ കൂട്ടിലാക്കിയ ശേഷവും നിരീക്ഷണത്തിൽ തുടരുകയായിരുന്നു. കടുവയെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകാത്തതിൽ ഇന്നലെ വൈകുന്നേരം രാത്രിയിലുമൊക്കെ അവിടെ കൊട്ടിയൂരിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തതാണ്. എപ്പോഴാണ് ഈ കടുവ ചത്തത്? തുടർ നടപടികൾ എങ്ങനെയാവും? ഗൂഗിൾ ഇന്നലെ കടുവ പിടികൂടിയതിന് ശേഷം നടത്തിയ പരിശോധനയിൽ കടുവയുടെ ഉളിപ്പല്ലടക്കം നഷ്ടമായതായി ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. ആരോഗ്യസ്ഥിതിയിൽ ഇന്നലെ തന്നെ ചെറിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടായിരുന്നതാണ് നമ്മളിപ്പോൾ ഈ വനംവകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. തുടർന്ന് ഇന്നലെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു കടുവയെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നതിന് വേണ്ടി രാത്രി നടപടി സ്വീകരിക്കുന്നത്. ഈ തൃശ്ശൂരിലേക്കുള്ള യാത്രാമധ്യേ കോഴിക്കോട് വെച്ച് ഈ കടുവ ചത്തു എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. ആരോഗ്യസ്ഥിതി ഇന്നലെ തന്നെ ചില ആശങ്കകൾ പ്രകടമായിരുന്നു. തുടർന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ കടുവ ചാവുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും അറിയിക്കുന്നത്. കോഴിക്കോടാണ് നിലവിൽ ഈ കടുവയുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഈ കടുവയുടെ സംസ്കാരം നടത്തുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. തൃശൂർ മൃഗശാലയിൽ കടുവ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരുന്നു. മൃഗശാല അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കടുവയ്ക്ക് വേണ്ട ചികിത്സ നൽകുന്നതിന് വേണ്ട വെറ്ററിനറി ഡോക്ടർമാരെ അടക്കം ഈ തൃശൂർ മൃഗശാലയിൽ സജ്ജീകരിച്ചിരുന്നു. ഇതിനിടയിലാണ് ഈ കോഴിക്കോട് വെച്ച് കടുവ ചാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇന്നലെ ഈ പന്ന്യാമലയിൽ നിന്ന് കടുവയെ പിടികൂടിയതിനു ശേഷം തന്നെ ഇതിന്റെ ആരോഗ്യസ്ഥിതിയിൽ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ആരോഗ്യസ്ഥിതിയിൽ മോശമായ രീതിയിലേക്ക് പോയിരുന്നു എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. അതിനെ തുടർന്നാണ് ഇത് ഈ ചാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. കാരണം ഏറെ നേരം ഇത് ഈ വേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കടുവ വലിയ ഭയപ്പാട് ിരുന്നു. ഇതെല്ലാം തന്നെയാണ് ഈ മരണത്തിലേക്ക് വഴിതെളിച്ചത് എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. കോഴിക്കോടാണ് നിലവിൽ കടുവയുടെ മരണം സൂക്ഷിച്ചിട്ടുള്ള. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വനംവകുപ്പ് തന്നെ ഇത് സംസ്കരിക്കും. ഗൂഗിൾ. ശരി സൂരജ്, ഏതായാലും കൊട്ടിയൂരിൽ ഇന്നലെ വേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയിരുന്നു. ആ കടുവയെ തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് യാത്രാമധ്യേ കടുവ ചത്തത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശ്ശൂരിൽ പൂർത്തിയാക്കിയ ശേഷം കടുവയുടെ ജഡം സംസ്കരിക്കും. ഇടതുമുന്നണി യോഗത്തിൽ അഹമ്മദ് ദേവർകോവിലിനെ പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധവുമായി INL അബ്ദുൽ വഹാബ് വിഭാഗം. കാസിം ഇരിക്കൂർ വിഭാഗത്തെ മാത്രം പരിഗണിച്ചത് ശരിയായില്ലെന്നും LDF കൺവീനറും CPIM സംസ്ഥാന സെക്രട്ടറിയും നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നും വഹാബ് വിഭാഗം ആരോപിച്ചു. അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും നേതാക്കൾ കോഴിക്കോട് പറഞ്ഞു. INL രണ്ടു വിഭാഗവും ഒരുമിച്ച് വന്നാലേ മുന്നണിയിലേക്ക് വിളിക്കൂ എന്ന നിലപാടിലായിരുന്നു ഇടത് നേതാക്കൾ. മന്ത്രിയായിരിക്കെ അഹമ്മദ് ദേവർകോവിലിന് മാത്രമായിരുന്നു ക്ഷണം. മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷമുള്ള LDF യോഗങ്ങളിൽ INL പ്രതിനിധികളെ പങ്കെടുപ്പിച്ചിരുന്നുമില്ല. എന്നാൽ 10-ാം തീയതി നടന്ന മുന്നണി യോഗത്തിൽ കാസിം ഇരിക്കൂർ വിഭാഗത്തിലെ അഹമ്മദ് ദേവർകോവിലിനെ മാത്രം ക്ഷണിച്ചതാണ് വഹാബ് വിഭാഗത്തെ ചൊടിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും CPIM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞതിന് വിരുദ്ധമായി കഴിഞ്ഞ 10-ാം തീയതി അഹമ്മദ് ദേവർകോവിൽ LDF യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അത് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനത്തിൻ്റെ ഘടകവിരുദ്ധമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളെ പ്രവർത്തകർ വളരെ ശക്തമായിട്ട് അതിൽ പ്രതിഷേധിക്കുകയും വ്യാപകമായി ഞങ്ങളവരോട് കളവ് പറഞ്ഞോ എന്നുള്ള രീതിയിൽ ഞങ്ങളെ വിമർശിക്കുകയും ചെയ്തപ്പം ആ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനും തുടർ നടപടികൾ ഈ രീതിയിലാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നും കൂടി ആലോചിക്കാനാണെന്ന് സെക്രട്ടറിയേറ്റ് തീരുമാനം. പ്രതിഷേധമറിയിച്ചും തങ്ങളെ കൂടി മുന്നണി യോഗത്തിലേക്ക് ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ടും LDF നേതൃത്വത്തിന് കത്ത് നൽകാൻ കോഴിക്കോട് ചേർന്ന INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സഹകരണം സംബന്ധിച്ച് മറ്റ് ആലോചനകളിലേക്ക് കടക്കേണ്ടി വരുമെന്നും വഹാബ് വിഭാഗം പറയുന്നു. 27-ന് ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വഹാബ് വിഭാഗം നേതാക്കൾ വ്യക്തമാക്കി. 24
കോഴിക്കോട്. തൃപ്പൂണിത്തുറ ചൂരക്കോട് പടക്കസമരശാലയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് മുൻപ് സമാനമായി ഉണ്ടായ അപകടങ്ങളിലെ നഷ്ടപരിഹാര വിതരണവും ചർച്ചയാകുന്നുണ്ട്. വരാപ്പുഴയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ വീട് തകർന്നവർക്കുള്ള നഷ്ടപരിഹാരം 1 വർഷം കഴിഞ്ഞിട്ടും നൽകാതെ സർക്കാർ. വില്ലേജ് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടും വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. ഫെബ്രുവരി 28, 2023 അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ വരാപ്പുഴ നടുങ്ങിയ ദിവസം. വരാപ്പുഴയിലെ കാറ്റിൽ നിന്ന് കരിമരുന്നിന്റെ ഗന്ധമില്ല. പൊട്ടിത്തെറി നടന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പുതിയ നാമ്പുകൾ വന്നു തുടങ്ങി. അന്ന് പൊട്ടാതെ അവശേഷിച്ച വെടിക്കോപ്പുകൾ ചിതറിക്കിടക്കുന്നു. പക്ഷേ ആ ദുരന്തം നേരിട്ടനുഭവിച്ചവരിൽ അതുണ്ടാക്കിയ മുറിവ് ഇന്നുമുണ്ട്. അടുക്കളയിൽ കുട്ടികൾക്കുള്ള ഭക്ഷണമുണ്ടാക്കുകയായിരുന്നു ഫ്രെഡീന. ഇസബെല്ലും എസ്തറും എൽസയും സ്കൂളിൽ നിന്ന് വന്ന് അമ്മയെ വട്ടം പിടിച്ച് നിൽക്കുന്നു. ജസ്റ്റ് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഈ ഡൈനിങ് റൂമിലോട്ട് കടന്നില്ല. അപ്പം തന്നെ തോന്നൊരു ശബ്ദം കേട്ട് ഞാനും പിള്ളേരും അവിടെ വീണു. എന്നിട്ട് ഇങ്ങനെ കറുത്ത പൊടിയോടെ ഇങ്ങനെ മൂടിപ്പോയി. ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ റിലീല്ലാത്ത പോലെ അവിടെ ഇരിക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുഞ്ഞ് തന്നെ അമ്മയെന്ന് വിളിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ, അപ്പോഴെനിക്ക് റിലേ വന്നത്, എൻ്റെ മക്കളെന്ന് വിളിച്ച്. മതിലും അടുക്കള വാതിലും തകർന്നു. ഫ്രെഡിനയുടെ നെഞ്ചിലാണ് ഇരുമ്പ് ചീളുകൾ തുളച്ചത്. മൂത്ത മകളുടെ തല പൊട്ടി. ഇളയ കുട്ടി എൽസയ്ക്ക് മുഖത്തും കൈക്കും പരിക്കേറ്റു. ലോൺ എടുത്ത് 2 വർഷം മുമ്പ് കയറിക്കൂടിയ വീടാകെ തകർന്നു. അതിനേക്കാൾ ഭയാനകമായിരുന്നു വരാനിരിക്കുന്ന നാളുകളെന്ന് ഈ കുടുംബം അറിഞ്ഞതേയില്ല. അത് കുക്കറടിച്ചാൽ അപ്പം തന്നെ ഓടി പുറത്തോട്ട് ഇറങ്ങും. കൊച്ചി രക്ഷിക്കണേന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. അതല്ലെങ്കിൽ ഇടിവെട്ടാൻ പാടില്ല. ഇടിവെട്ട് ശബ്ദം കേട്ട് അപ്പോഴും ചെയ്യുത്തി കരയും. മൂത്തവർക്ക് പക്ഷേ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവർക്ക് ഭയങ്കര വേദനയായിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദമൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു, അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും ഇങ്ങനെ എന്താണ് സംഭവം. ജനവാസ കേന്ദ്രങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ പാടില്ലെന്നാണ് എക്സ്പ്ലോസീവ് ആക്റ്റിൽ പറയുന്നത്. പക്ഷെ വരാപ്പുഴയിൽ അപകടം നടന്ന സ്ഥലം അടുത്തുള്ള വീടും തമ്മിലുള്ള ദൂരം നോക്കി. നമ്മളോട് സംസാരിച്ച ഫ്രെഡിനയുടെ വീടാണ്. കഷ്ടിച്ച് 10 മീറ്റർ മാത്രമുണ്ട് ദൂരം. വരാപ്പുഴയിലെ 143 വീടുകളാണ് ആ ദുരന്തത്തിൽ ഭാഗികമായി കേടുപാട് പറ്റിയത്. പരിക്കു പറ്റിയവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകി. വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. പക്ഷേ 1 വർഷമായിട്ടും ആർക്കും പണം കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് തലം തൊട്ട് വില്ലേജ്, താലൂക്ക്, നവകേരള സദസ്സ്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കളക്ട്രേറ്റിൽ കൊടുത്തു, പിന്നെ നമ്മുടെ അദാലത്ത്, നമ്മുടെ മന്ത്രിയുടെ അദാലത്തിൽ കൊടുത്തു. എല്ലാ സ്ഥലത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും പലരും വീടുകൾ നന്നാക്കി. പക്ഷേ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം മാത്രം ഇന്നും അകലെയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് വരാപ്പുഴയിലേക്ക് അധിക ദൂരമൊന്നുമില്ല. അന്ന് അപകടം സംഭവിച്ചപ്പോൾ സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ ഈ സ്ഫോടനം നടന്ന സ്ഥലം പോലെ അഴുക്കുപറ്റി പൊടിപിടിച്ച് കിടപ്പുണ്ട്. അതൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ, സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്നും അഭിത്തിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.